ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് അജി. ഇന്നത്തെ നമ്മുടെ വീഡിയോ 4 ചാനലുള്ള ഒരു ചേസർ ഉപയോഗിച്ചിട്ട് സ്റ്റാറുകളും ലൂമിനേഷനുകളും എങ്ങനെയാണ് കത്തിയണയുന്നു എന്നുള്ളതിനെക്കുറിച്ചുള്ളതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അതിന് ആദ്യം വേണ്ടുന്നത് 2 ഹോൾഡറാണ്. ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് 2 സാധാ ഹോൾഡറാണ്. അതിനുശേഷം ഒരു 2 പിൻ സോക്കറ്റ് വേണം. അതിനുശേഷം ഇതേപോലെ ഒരു ചെറിയ തുണ്ട് വയർ വേണം. അതിനുശേഷം വേണ്ടുന്നത് നമ്മുടെ 4 ചാനലിൻ്റെ ചേസറാണ്. അതിനുശേഷം വേണ്ടുന്നത് 2 ബൾബുകളാണ്. 40ൻ്റെ 2 ബൾബുകളാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിനുശേഷം വേണ്ടുന്നത് നമ്മുടെ ഒരു LED ലൂമിനേഷനാണ്. അതിനുശേഷം ഒരു LED സ്റ്റാർ. ഇനി നമുക്ക് ചേസറിൻ്റെ കണക്ഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ഇടതേ സൈഡിൽ 230 വോൾട്ട് AC-യും ആ റെഡ് വയർ. ഇനി റൈറ്റ് സൈഡിൽ കാണുന്നത് 1 2 3 4. അത് ഒന്നാമത്തെ കാണുന്ന കറുപ്പ് ന്യൂട്രൽ കോമൺ ആണ്. ഇനി കാണുന്ന യെല്ലോ വയറാണ് ഒന്നാമത്തേത്, ബ്ലൂ ആണ് രണ്ടാമത്തേത്, റെഡ് ആണ് മൂന്നാമത്തേത്, വൈറ്റ് ആണ് 4ാമത്തെ ചാനൽ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒന്നാമത്തെ ഒരു ഹോൾഡർ, രണ്ടാമത്തെ 2 പിൻ സോക്കറ്റ്, മൂന്നാമത്തെ ഒരു തുണ്ട് വയർ, 4ാമത്തെ ഹോൾഡർ. ഇതിനെ നമ്മൾ ഓർഡറാക്കി വെച്ചിരിക്കുകയാണ്. ഇതിൻ്റെ 4ൻ്റെയും ന്യൂട്രൽ നീല വയറാണ് ഞാൻ ഒരുമിച്ച് ജോയിൻറ്റ് ചെയ്യുന്നത്. ഇതേപോലെ 4 നീല വയറും ജോയിൻറ്റ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒരു കറുത്ത വയർ ജോയിൻറ്റ് ചെയ്ത് അതിനെ കോമൺ ന്യൂട്രലായിട്ട് എടുക്കുകയാണ്. അതിനെ ജോയിൻറ്റ് ചെയ്തു. ഇനി അതിനെ നമുക്ക് ടേപ്പ് ചെയ്യാം. ഇതുപോലുള്ള ഇലക്ട്രിക്കൽ വർക്കുകൾ നമ്മൾ ചെയ്യുമ്പം സേഫ്റ്റിയുടെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അത് കാണണം. അത് കണ്ടതിന് ശേഷം മാത്രമേ ഇലക്ട്രിക്കൽ വർക്കുകൾ ചെയ്യാവൂ. അപ്പോൾ നമ്മൾ അവിടെ ന്യൂട്രൽ ടേപ്പ് ചെയ്ത് കഴിഞ്ഞു. ഒന്നാമത്തെ ബൾബ്, രണ്ടാമത്തെ 2 പിൻ സോക്കറ്റ്, മൂന്നാമത്തെ വയർ, 4ാമത്തെ അടുത്ത ഹോൾഡറിലേക്കുള്ള വയർ. ഇനി ഇതിൻ്റെ കണക്ഷൻ കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. കറുത്ത വയറാണ് നമ്മൾ എടുത്തിട്ടുള്ളതും അതിൻ്റെ കോമൺ ആയിട്ട് എടുത്തേക്കുന്നതും കറുത്ത വയറാണ്. അപ്പോൾ ഈ കറുത്ത വയർ തങ്ങളിൽ നമ്മൾ ആദ്യമേ ജോയിൻറ്റ് ചെയ്യുകയാണ്. ഇനി അതിനെ നമ്മൾ ടേപ്പ് ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം ഇനി ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ ഒന്നാമത്തെ വയർ യെല്ലോയാണ്. അത് ആദ്യത്തെ ഹോൾഡറിലേക്ക് നമ്മൾ കണക്ഷൻ കൊടുക്കുകയാണ്. രണ്ടാമത്തെ വയർ ബ്ലൂ ആണ്. അത് നമ്മൾ 2 പിൻ സോക്കറ്റിലേക്ക് കണക്ഷൻ കൊടുക്കുകയാണ്. മൂന്നാമത്തത് റെഡ് ആണ്. അത് നമ്മുടെ LED സ്റ്റാർ ഇടാൻ ഉദ്ദേശിക്കുന്ന വയറായ യെല്ലോയിലേക്ക് ജോയിൻറ്റ് ചെയ്യുകയാണ്. 4ാമത്തേത് വൈറ്റ് ആണ്. അത് ലാസ്റ്റ് വരുന്ന ഹോൾഡറിലേക്ക് ജോയിൻറ്റ് ചെയ്യുകയാണ്. ഇനി ഒന്നാമത്തെ, രണ്ടാമത്തെ, മൂന്നാമത്തെയും 4ാമത്തെയും നമ്മൾ ഓർഡറിൽ ജോയിൻറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി എല്ലാം നല്ല ഭംഗിയായിട്ട് ഇൻസുലേഷൻ ടേപ്പ് ചെയ്ത് റെഡിയാക്കി എടുക്കാം. ഒന്നാമത്തെ ബൾബ്, രണ്ടാമത്തെ ലൂമിനേഷൻ, മൂന്നാമത്തെ LED സ്റ്റാർ, 4ാമത്തെ ബൾബ്. ഇനി നമുക്ക് ബൾബുകൾ അതിലേക്ക് കണക്ട് ചെയ്യാം. അങ്ങനെ ബൾബ് രണ്ടും കണക്ട് ചെയ്തു. ഇനി 2 പിൻ സോക്കറ്റിലേക്ക് LED ലൂമിനേഷൻ നമുക്ക് കണക്ട് ചെയ്യാം. ഇതൊരു മീഡിയം സൈസ് ലൂമിനേഷനാണ്. ഇനി അടുത്തത് ഒരു LED സ്റ്റാർ 3ാമത്തെ കണക്ഷനിലേക്ക് ജോയിൻറ്റ് ചെയ്ത് ടേപ്പ് ചെയ്യുകയാണ്. ഓട്ടോമാറ്റിക് ബൾബ് ഉപയോഗിച്ച് എങ്ങനെയാണ് സ്റ്റാറും ലൂമിനേഷനും വർക്ക് ചെയ്യിക്കുന്നത് എന്നുള്ളൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. കാണാത്തവരുണ്ടെങ്കിൽ ആ ലിങ്ക് ഓപ്പൺ ചെയ്യുക. അങ്ങനെ നമ്മൾ ജോയിൻറ്റുകളെല്ലാം ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിനെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുകയാണ്. ഇതിനെല്ലാം നമ്മൾ ഓർഡറിൽ വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ 230 വോൾട്ട് AC റെഡ് വയർ നമ്മൾ സോക്കറ്റിലേക്ക് കണക്ട് ചെയ്ത് സ്വിച്ച് ഇടുകയാണ്. അങ്ങനെ നമ്മുടെ 2 ബൾബും ലൂമിനേഷനും LED സ്റ്റാറും ഓർഡറിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി അതിൻ്റെ സ്പീഡ് കൺട്രോൾ ചെയ്യുന്ന നോബാണ് ആ ചേസറിൻ്റെ സൈഡിൽ കൊടുത്തിരിക്കുന്നത്. അതിനെ നമുക്ക് ഇഷ്ടമുള്ള സ്പീഡിലേക്ക് കൺട്രോൾ ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് നമ്മുടെ സ്റ്റാറുകൾ രണ്ടും ഈ ബൾബുകളിൽ കണക്ട് ചെയ്യുക. എന്നിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അങ്ങനെ സ്റ്റാറുകൾ ബൾബുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞു.
അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബായ്.